എന്റെ പൊന്നുമോൻ എന്റെ കണ്ണൊന്നു നനഞ്ഞ, എന്റെ മുഖമൊന്നു വാടിയ, സങ്കടപ്പെടുന്ന മകനായിരുന്നു റബ്ബേ. അവനാണ് എന്റെ നേരെ കൈപൊക്കുന്നത്, അവനാണ് എന്നെ കയർത്ത് സംസാരിക്കുന്നത്, അവനാണ് എന്നെ വേദനിപ്പിക്കുന്നത്. എന്തു പറ്റി പടച്ചവന്? എന്റെ മക്കൾക്ക് എന്തു പറ്റി പടച്ചവന്? അതിനുള്ള മറുപടിയാണ് അല്ല പറയുന്നത്. പ്രായമായിട്ടും നിന്റെ വാപ്പയുടെ കള്ളുകുടി മാറുന്നില്ലല്ലോ, ഉപ്പാന്റെ മോശമായ സ്വഭാവം മാറുന്നില്ലല്ലോ. 60 വയസ്സ് കഴിഞ്ഞിട്ടും ഉമ്മ, പെങ്ങളെ, നിന്റെ ഉമ്മ സീരിയൽ കാണുന്നില്ല, തലമറയ്ക്കാറില്ലല്ലോ, ശപിക്കുകയല്ലേ, ചീത്ത പറയുകയല്ലേ, ഉപദേശിക്കുന്നവരെ കളിയാക്കുകയല്ലേ, തലമറയ്ക്കാൻ പോലും മടിയാണല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെയാകാനുള്ള കാരണമെന്താ? ഇങ്ങനെ ആകാനുള്ള കാരണമെന്താ? അതിന്റെ കാരണം അല്ലാഹു പറയുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അല്ലാഹുവിന്റെ കലാം കേട്ടിട്ട് അതിനെ നിസാരമാക്കുന്നവരുണ്ടല്ലോ, അതിനെ പരിഗണിക്കാത്തവരുണ്ടല്ലോ, അതിനെ അവഗണിക്കുന്നവരുണ്ടല്ലോ. ആ അവഗണിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ. കേൾക്കണേ പെങ്ങള്, പേടിക്കണേ പെങ്ങള്, ഞാൻ പറയുന്നത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ. അല്ലാഹു പറയുകയാണ്, ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. കേറില്ലടോ അവരുടെ ഹൃദയത്തിനകത്തേക്ക്, അവരുടെ ഹൃദയത്തിനകത്തേക്ക് ഈമാനിന്റെ പ്രകാശം കേറൂല, ഈമാനിന്റെ വെളിച്ചം അവരുടെ ഹൃദയത്തിൽ കേറൂല. എത്ര വഅദ് പറഞ്ഞാലും അവരുടെ ജീവിതത്തിൽ മാറ്റം വരും.